ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബ്രേക്കർ ബ്ലോക്ക്. എന്താണ് ബ്രേക്കർ ബ്ലോക്ക്? അപ്പം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 3 PDRIs ആണ് നമ്മൾക്കുള്ളത്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിലൊന്ന് നമ്മൾ ഓർഡർ ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. മൂന്നാമത്തതാണ് ബ്രേക്കർ ബ്ലോക്ക്സ്. ഈ 3 ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള PDRIസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ബ്രേക്കർ ബ്ലോക്ക്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നും ഓർഡർ ബ്ലോക്ക് എന്താണെന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലെടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ ഇവിടെ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, പിന്നെ അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ ടു ICT, സ്ട്രക്ചർ മാപ്പിംഗ്, പ്രീമിയം വാസ് ഡിസ്കൗണ്ടിങ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഓർഡർ ബ്ലോക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ബ്രേക്കർ ബ്ലോക്ക് PDR നമ്പർ 3 ബ്രേക്കർ ബ്ലോക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം തന്നെ വാട്ട് ഈസ് എ ICT ബ്രേക്കർ ബ്ലോക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. എ ബ്രേക്കർ ബ്ലോക്ക് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് എമർജ് വെൻ എ ഓർഡർ ബ്ലോക്ക് ഫെയിൽസ് lead to a change in market structure. It signifies a pivotal point where the market shift direction, offering traders opportunity to enter trades based on anticipated trend continuation. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു മീനിങ് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ് മെയിൻലി നോക്കുകയാണെങ്കിൽ എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എ ബ്രേക്കർ ബ്ലോക്ക് വിച്ച് ദ കോൺസെപ്റ്റ് ദാറ്റ് എമർജ് വെൻ എ ഓർഡർ ബ്ലോക്ക് ഫെയിൽസ്. നിങ്ങൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഓർഡർ ബ്ലോക്ക് എന്താണെന്നായിരുന്നു. അപ്പം ഇനി നമ്മൾ ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് അധികം പറയുന്നില്ല. ഓക്കെ, എന്നിരുന്നാലും ഓർഡർ ബ്ലോക്കിനെ പറയണം. എന്നിരുന്നാലും മനസ്സിലാക്കുക ഒരു ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ആദ്യം ഒന്ന് പോയി ഒന്ന് നോക്കി വരിക. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാലാണ് ഇവിടെ ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. എങ്ങനെ? ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാൽ അത് ദെർവേർ ടു ബി കൺവേർട്ടഡ് ഇൻ ടു ബ്രേക്കർ ബ്ലോക്ക് ആവും. ഓക്കെ, അതാണ് എ ബ്രേക്കർ ബ്ലോക്ക് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് വിച്ച് എൻ ഓർഡർ ബ്ലോക്ക് ഫെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ബ്രേക്കർ ബ്ലോക്സ്. നമുക്ക് 2 ടൈപ്പ് ബ്രേക്കർ ബ്ലോക്സ് ഉണ്ട്. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക്, ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക എന്താണ് ബ്രേക്കർ ബ്ലോക്ക്. ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാലാണ് ഒരു ബ്രേക്കർ ബ്ലോക്ക് അവിടെ ഫോം ആവുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബ്രേക്കർ ബ്ലോക്ക് 2 തരത്തിലുണ്ട്. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആൻഡ് ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോവുക. അതിന് മുന്നേ എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഓർഡർ ബ്ലോക്ക് എന്താണ് ഒന്ന് നന്നായിട്ട് നമ്മൾ പറയണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഓർഡർ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് എന്താണ് ഒന്നുകൂടി, കാരണം ബ്രേക്കർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയാലാണ് ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി തെറോ ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് തിയറി പറയുകയാണെങ്കിൽ അതേ ബുള്ളിഷ് രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ലോ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പം സ്വീപ്പ് നടന്നു, ഒരു സ്വിങ് ലോ സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് ആ ഒരു മാനിപ്പുലേഷൻ നടന്ന ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വരുന്നു, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫോർമുല. മാർക്കറ്റിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നു, അതിൻ്റെ ലോ സ്വീപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാലൊക്കെ എന്താ വെച്ചാൽ വലിയ ക്യാൻഡിൽസ്, ഇതുപോലത്തെ ക്യാൻഡിൽസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വരുന്നു, അതിനുശേഷം ആ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്ന മാനിപ്പുലേറ്റഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ഫോം ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഫിബ് വെച്ചിട്ട് പ്രീമിയം വാസ് ഡിസ്കൗണ്ട് പ്ലോട്ട് ചെയ്താൽ നമ്മൾ ബൈ ചെയ്യുന്നത് ബുള്ളിഷ് ഏരിയയിലായതുകൊണ്ട് നമ്മൾ ബൈ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ ഡിസ്കൗണ്ടിലായിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ടിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് ആ മുകളിലേക്കുള്ള ആ ഒരു ഷാർപ്പ് മൂവ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ക്യാൻഡിൽ. ഓക്കെ, ആ സ്വീപ്പ് ക്യാൻഡിൽ. കാരണം ഏത് ക്യാൻഡിലാണോ ഈ സ്വീപ്പ് മാനിപ്പുലേഷൻ നടന്ന ആ ക്യാൻഡിലിനെ നമ്മളൊരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യുന്നു. തിരിച്ച് മാർക്കറ്റ് ആ ഏരിയയിലെത്തുന്നു, നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഓർഡർ ബ്ലോക്ക്. നമ്മളതൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, മാർക്കറ്റ് താഴേക്ക് വരുന്നു,
താഴേക്ക് വരുന്നു, കുറച്ച് നേരം ഇവിടെ കളിക്കുന്നു. അതിനുശേഷം എന്താണ് ഒരു മാസീവ് മൂവ് എവിടെയാണ് സംഭവിച്ചത് കണ്ടില്ലേ? ഈ ഒരു ലോ സ്വീപ്പ് ചെയ്ത് അപ്പോൾ തന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടില്ലേ? 1 2 3 ക്യാൻഡിലിൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ഏതാണ്? ആക്ച്വലി സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ഏതാണ്? ഈ ഗ്രീൻ ക്യാൻഡിലാണ് സ്വീപ്പ് ചെയ്തത്. ആക്ച്വലി നമ്മൾ സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ശരിക്കും ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കുമ്പം ആ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഏതാണ്? ഈ ഒരു 2 ക്യാൻഡിലാണ് ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ. അതിൻ്റെ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് എടുക്കാൻ പറ്റും. പക്ഷേ സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി, സ്വീപ്ഡ് ക്യാൻഡിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ സ്വീപ്ഡ് ക്യാൻഡിൽ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വരച്ചാൽ നമുക്കിവിടെ ഒരു സോൺ കിട്ടി. ആ സോണിലേക്ക് എപ്പം മാർക്കറ്റ് വരുന്നു അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നേരെ ഇനി എന്താ ചെയ്യുക? നമ്മൾ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നേരെ അതിൻ്റെ വിപരീതം. ഓക്കെ, നമുക്കിവിടെ ഒരു സ്വീപ്പ് നടക്കുന്നു, മാനിപ്പുലേഷൻ ഏരിയ, നേരെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വരുന്നു. ഇവിടെ ഒരു സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ ഫോം ആയി കഴിഞ്ഞാൽ നമ്മളെന്താണ്? ബെയറിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രി എപ്പോഴും ഇവിടെ നിന്നാണ് വരേണ്ടത്, പ്രീമിയം ഏരിയ എന്നാണ്. നമ്മൾ സ്വിങ് ഹൈ എന്നും സ്വിങ് ലോ എന്നും ഫിബ് വരച്ചു. അതിനുശേഷം പ്രീമിയം ഏരിയയിലുള്ള ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. ആ ഓർഡർ ബ്ലോക്ക് എത്തുന്നു, തിരിച്ച് താഴേക്ക് വരുന്നു, ഈ സ്വിങ് ലോ ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ നമ്മൾ ചാർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, സ്വീപ്പ് ചെയ്ത് അപ്പം തന്നെ തിരിച്ച് സ്ട്രക്ചർ ഷിഫ്റ്റും തരുന്നു. ഓക്കെ, സ്വീപ്പ് ചെയ്ത് അപ്പം തന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നു വിത്ത് ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ. നോക്ക്, നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ കണ്ടില്ലേ? വലിയൊരു ക്യാൻഡിൽ വരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നേരെ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ചു. ആ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് എപ്പം വരുന്നു ആ സമയത്ത് എൻട്രി എടുക്കും. മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവിടെ സ്വിങ് ലോ ഹൈ നമുക്ക് മാർക്ക് ചെയ്തു, സ്വിങ് ലോ മാർക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിബൊനാച്ചി വെക്കുന്നു. അതിൻ്റെ 50% മുകളിലുള്ളതാണ് പ്രീമിയം, 50% മുകളിലാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഉള്ളത്. അതുപോലെ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു താഴേക്ക്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞാണ്. ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകൾ ആ വീഡിയോ എടുത്ത് കാണുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക? ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക്, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലത്തെ ക്യാൻഡിൽസ്. ഓക്കെ, ഷാർപ്പ് മൂവ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, കാരണം കുറച്ച് വലിയ ക്യാൻഡിൽസ്, ബിഗ് മർബോസു ക്യാൻഡിൽസ്, ബുള്ളിഷ് മർബോസു, ബെയറിഷ് മർബോസു ക്യാൻഡിൽസ്, അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതുപോലെ സ്വീപ്പ് ഓർ മാനിപ്പുലേഷൻ കണ്ടല്ലേ? സ്വീപ്പ് മാനിപ്പുലേഷൻ നടക്കണം. അപ്പോൾ എന്താണ്? സ്വീപ്പ് മാനിപ്പുലേഷനും പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഓപ്പോസിറ്റ് സൈഡ്, അത് അറ്റ് എ ടൈം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഒരു സ്മാർട്ട് മണി കോൺട്രിബ്യൂഷൻ അവിടെ നടന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അതുപോലെ തന്നെ FEG ആൻഡ് ഇംബാലൻസ്, ആ ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ബ്രേക്കോ ഷിഫ്റ്റോ നമുക്ക് സംഭവിക്കാം. വിക്കായിട്ടുള്ളതും എടുക്കാം, ബോഡി വെച്ച് എടുക്കാം. അതുപോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്വിങ് ഹൈ സ്വിങ് ലോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വിങ് ഹൈന്ന് സ്വിങ് ലോയിലേക്ക് ഫിബ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 50% അപ്പുറവും ഇപ്പുറവുമാണ് പ്രീമിയം വാസ് ഡിസ്കൗണ്ട്. ബുള്ളിഷ് ആണെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്ന് ബൈ ചെയ്യുക, ബെയറിഷ് ആണെങ്കിൽ പ്രീമിയത്തിൽ നിന്ന് ബൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പം ബ്രേക്കർ ബ്ലോക്ക് എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാലാണ് ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ഒന്നുകൂടി കാര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒറ്റ എക്സാമ്പിൾ കൂടി നോക്കാം. ലാസ്റ്റ് ടൈം പറയുന്ന ഒരു എക്സാമ്പിളാണ്. മാർക്കറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വന്നു. ഓക്കെ, അപ്പോൾ സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്വീപ്പ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, സ്വീപ്പ് വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, സ്ട്രക്ചർ ബ്രേക്ക് വന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ഓക്കെ, അതിന് ശേഷം എന്താണ് നമുക്ക് മനസ്സിലായി? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഓർഡർ ബ്ലോക്ക്. അതിനെ ഞാൻ നീട്ടി വരച്ചപ്പോൾ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എനിക്ക് കിട്ടി. ഓക്കെ, ശരിയല്ല ഇത്രയും നേരം പറഞ്ഞത്. അതിന് ശേഷം എന്താണ്? മാർക്കറ്റ് താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഇവിടെ എന്തായി? ലിക്വിഡിറ്റി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് അപ്പം തന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ,
ഇപ്പം എന്തുവാ നമുക്ക് മനസ്സിലായി, നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് എന്താണ്, തിരിച്ച് മാർക്കറ്റ് ഈ ബെയറിഷ് ബ്രേക്കർ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു ബെയറിഷ് എൻട്രി എടുക്കാമെന്ന്. പക്ഷെ എന്തായി മാർക്കറ്റ് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ഗുഡ് ക്രൈറ്റീരിയാസ് ഓഫ് എ ഓർഡർ ബ്ലോക്ക് ഒക്കെ നമ്മൾ പറഞ്ഞില്ല, ഇതെല്ലാം നമുക്ക് എന്താണ് ഇതിൽ അഡോപ്റ്റ് ആവുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ബ്രേക്ക് വീണ്ടും സംഭവിച്ചു, ഇവിടെയും സംഭവിച്ചു. ഇനി എന്താണ്, പകരം തിരിച്ച് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന സമയത്ത് എന്തായി, അവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന്. അപ്പോൾ എന്തായി, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും കിട്ടി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുത്ത് ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ ഞാൻ അത്ര കോൺഫിഡൻസ് അല്ല, ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ബെയറിഷ് ഓർഡർ ബ്ലോക്കിലായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഞാൻ എൻട്രി എടുക്കും. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞാൽ എന്തായാലും ബെയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് പോകണം. കാരണം എന്താണ്, പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഓർഡർ വന്നത്. കാരണം സ്വീപ്പ് വന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, സ്മാർട്ട് മണി ഇവിടെ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഏരിയയിലെത്തുമ്പോൾ അവർ വീണ്ടും ബൈ ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് എൻ്റെ ആക്ച്വൽ എൻട്രി, പക്ഷേ അവിടേക്ക് എത്തുന്നത് വരെ എൻ്റെ മുന്നിലൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കും. എന്നിട്ട് എവിടെ എക്സിറ്റ് വെക്കും, ഇവിടെ എക്സിറ്റ് വെക്കും. ഓക്കെ, ഇവിടെ എക്സിറ്റ് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, എൻ്റെ ആക്ച്വൽ എൻട്രി ഇവിടെ നിന്ന് താഴേക്ക് എടുക്കുന്നു. മനസ്സിലായില്ലേ, നോക്കുകയാണെങ്കിൽ എന്താണ്, കണ്ടില്ലേ, ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുന്നു, ബെയറിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ എക്സിറ്റ് ചെയ്യുന്നു. ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു, താഴെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് ചെറിയൊരു സമയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുമോ? ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് എടുത്ത് പ്ലേ ലിസ്റ്റിൽ എടുത്ത് കാണാം. ഇനി നമ്മൾ ബ്രേക്കർ ബ്ലോക്കിലേക്ക് ആക്ച്വലി വരികയാണ്. ഓക്കെ, ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ പറഞ്ഞു. എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞു. ഇനി എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല, കുറേ പറഞ്ഞു. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട്, ബുള്ളിഷ് ആൻഡ് ബെയറിഷ്. അതിൽ ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആണ് പറഞ്ഞത്. എ ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ഈസ് ഫോംഡ് ഫ്രം ദ ഫെയിലർ ഓഫ് ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക്, ഓക്കെ, in a downward when a level that was expected to as a resistance is reached and the price shoot up. It's significant that buyers have take control over powering the sellers. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 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 ആർഭാടത്തിന് കൊടുത്താണ്. ജസ്റ്റ് ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ഫ്രം ദ ഫെയിലിയർ ഓഫ് ബെയറിഷ് ഓർഡർ. ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമ്പോഴാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരു ബെയറിഷ് എൻട്രി അല്ലേ, അതെത്താതെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും, അത് ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് കൺവേർട്ടഡ് ഇൻ ടു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കൺവേർട്ടഡ് ഇൻ ടു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, സിമ്പിളായിട്ടൊന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കണ്ട. ഓക്കെ, ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്വീപ്പ് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, തിരിച്ചു പോകുമ്പോൾ സ്വിങ് ഹൈ സ്വിങ് ലോ ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നല്ലൊരു മാനിപ്പുലേഷൻ നടന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് നോക്കി പ്രീമിയം ഏരിയയിലാണ് എന്തുള്ളത്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, എല്ലാം സെറ്റാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുന്നു, സ്വിങ് ലോൻ്റെ താഴേക്ക് ടാർഗറ്റ് കൊടുക്കുന്നു. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു നോക്കണ്ട. ഓക്കെ, ഇത് നോക്കുക, സ്വീപ്പ് നടന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു, സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇൻ കേസ് ഈ ഒരു ഏരിയയിൽ എന്താവണം, ബയേഴ്സ് തിരിച്ച് മാർക്കറ്റിനെ മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം സെല്ലേഴ്സ് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, താഴ്ത്തണം. എന്നുവെച്ചാൽ സെല്ലേഴ്സ് ആക്ച്വൽ പവർ കാണിക്കണം. ഓക്കെ, പകരം എന്താണ്, ഇത് ഫെയിലായിട്ട് മുകളിലേക്ക് പോയാലോ, എന്തായി ഇവിടെ സംഭവിച്ചത്, ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്തായി, ദെർവേഡി കൺവേർട്ടഡ് ഇൻ ടു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആയി. എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി എല്ലാവരും
എന്താണ് വിചാരിച്ചത്, ഈ ഒരു ഏരിയയിൽ മാനിപ്പുലേഷൻ നടന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളുടെ ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക് എല്ലാം മീറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരണം. പകരം എന്ത് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, ഈ ഏരിയയിൽ നിന്ന് വന്ന ബയ്യേഴ്സ് ഈ ഏരിയയിൽ വന്ന സെല്ലേഴ്സിനേക്കാൾ പവറാണ്. അതുകൊണ്ടാണ് ഈ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയത്. ആ ഓർഡർ ബ്ലോക്ക് അവിടെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയാൽ എന്തായി, അവിടെ ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ഫോം ആയി. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് വിചാരിച്ചാൽ മതി. അപ്പം ജസ്റ്റ് നോക്കുക, എ ബുള്ളിഷ് ബ്രേക്കർ ഈസ് ഫെയിൽഡ് as ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാലാണ് ഒരു ബുള്ളിഷ് ബ്രേക്കർ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിൽ ഒന്ന് ജസ്റ്റ് നോക്കുക, നിങ്ങൾ ഇതൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്നു, സ്വീപ്പ് ചെയ്തു. മാർക്കറ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കണ്ടില്ലേ, കൺസോൾട്ടേഷൻ വന്നിട്ട് അതിൻ്റെ സ്വീപ്പ് ചെയ്തു, കറക്റ്റ് മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന് താഴേക്ക് പോയി. നമ്മുടെ ക്രൈറ്റീരിയാസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വീപ്പ് നടന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വേണം, വന്നു. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, വന്നു. അതിനുശേഷം എന്താണ്, ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ ഓർഡർ ബ്ലോക്ക് ചെയ്തു. എന്താണ്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഇനി എൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്, ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ഞാൻ എൻട്രി എടുക്കുന്നു. എസ് എൽ എവിടെയാണ്, ഇതിൻ്റെ മുകളിൽ എസ് എൽ കൊടുക്കുന്നു. ഈ ഒരു സ്വിങ് ലോ ഇതാണ് എൻ്റെ ടി പി. ഓക്കെ, ടി പി. ഇനി എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് എന്തായി, എൻ്റെ എസ് എൽ അടിച്ചു, ഞാനിവിടെ നിന്ന് എൻട്രി എടുക്കേണ്ട ആളാണ്, ഞാനിവിടെ എസ് എൽ വെച്ചു, ഇവിടെ ടാർഗറ്റ് വെച്ചു. എന്താ സംഭവിച്ചത്, മാർക്കറ്റ് ഈ ബെയറിഷ് ഓർഡറിലൊക്കെ മൈൻഡ് കൂടി ചെയ്തില്ല. ഈ ഒരു ക്യാൻഡിലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഈ ഏരിയയിലെ സെല്ലേഴ്സിനേക്കാൾ പവർ ഇവിടെ വന്ന്, അപ്പോൾ എന്തായി, ഈ ബെയറിഷ് ഓബി എന്തായി ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കായി. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ്, കൺസോൾട്ടേഷൻ മാനിപ്പുലേഷൻ നടന്നു, സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വന്നു, ഷിഫ്റ്റ് വന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, ഓർഡർ ബ്ലോക്ക് വന്നു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നു, സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കുന്നു, പ്രീമിയത്തിൽ നിന്ന് സെല്ല് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയാൽ എന്തായി, ഇത് ബെയറിഷ് ഓബി എന്തായി, ബെയറിഷ് ബ്രേക്കർ ബ്ലോക്കായി, ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കായി. ഇനി എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, തിരിച്ച് ആ ഏരിയയിലേക്ക് തിരിച്ച് അതേ സോണിലേക്ക് വരുന്നു, തിരിച്ച് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറുന്നു. ഓക്കെ, ആക്ച്വലി എങ്ങനെയായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ഓപ്പോസിറ്റ് ഡയറക്റ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. അപ്പോൾ എന്താവും, ഈ ഏരിയയിൽ നമ്മുടെ ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ നമ്മൾ ആളുകളൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, പെട്ടെന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും, അവർ പാനിക്കാവും. അവരെന്ത് ചെയ്യും, ആക്ച്വലി മാർക്കറ്റിൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനി താഴേക്ക് നോക്കുന്നത് ഒഴിവാക്കാം, പകരം എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത ഏരിയയിലേക്ക് തന്നെ തിരിച്ച് മാർക്കറ്റ് വരുന്ന സമയത്ത് മെല്ലെ അങ്ങ് മാർക്കറ്റിന് ഒഴിവായി കളയാം. ഓക്കെ, അതാണ് മാർക്കറ്റിൽ നിന്ന് ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എന്താവും, ഇവിടെ നിന്ന് ഈ ഓർഡർ ബ്ലോക്ക് കണ്ട ആളുകൾ ഇവിടെ സെല്ല് ചെയ്തില്ലേ, ആ ആളുകളെല്ലാം എന്ത് ചെയ്യും, തിരിച്ച് ഏരിയയിൽ ബ്രേക്ക് ഈവൻ. അവർക്ക് എന്താണ്, അവരുദ്ദേശിച്ചത് ഇപ്പോൾ 100 രൂപയിൽ എൻട്രി എടുത്ത സമയത്ത് അവർ താഴേക്കാണ് മാർക്കറ്റ് പോകാമെന്ന് വെച്ച് പെട്ടെന്ന് 120 പോയി. അറ്റ് എ ടൈം അവർ മനസ്സിലാക്കി ഇനി മാർക്കറ്റ് താഴേക്ക് പോകില്ല, പകരം മുകളിലേക്കാണ് പോവുക. പക്ഷെ മാർക്കറ്റ് റീടെസ്റ്റ് തരും, ആ ഏരിയയിൽ വെച്ചിട്ട് ഞാൻ നല്ല മാർക്കറ്റിൽ നിന്ന് ഒഴിയുന്നതാണ് നല്ലത് എന്ന് വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ച് അവർ സെല്ല് ചെയ്തത് എന്താവും, അവരെന്ത് ചെയ്യും, സെല്ല് ചെയ്തത് എക്സിറ്റ് ചെയ്യും. സെല്ല് ചെയ്ത എക്സിറ്റ് എന്താണ്, ബൈ. ഓക്കെ, അപ്പോൾ അവിടെ ബൈയിങ് വന്നു, അതുപോലെ തന്നെ പ്ലസ് എക്സ്ട്രാ ബയ്യേഴ്സും വന്നുമ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ബെയറിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ ഫെയിൽ ആവുമ്പോഴാണ് ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നത്. ഓക്കെ, ഇനി നേരെ എന്താ ചെയ്യുക, ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാണ് ഫോം ആവുക, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമ്പോഴാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ആവുന്നത്. നേരെ നോക്ക് നിങ്ങൾ, ഇത് ജസ്റ്റ് വായിച്ചു വിട്ടോ,
എ ബ്രേക്കർ ബ്ലോക്ക് ഒക്കേഴ്സ് എ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽസ്. ഞാൻ ഇത് മാത്രം വായിക്കുന്നതല്ലോ, ബാക്കിയൊന്നും വേണ്ട. കയ്യിൽ നിന്നൊന്നും ടിപ്പിക്കലി വെൻ ആസ് ഓപ്റ്റൻ്റെ അതൊന്നും വേണ്ട. ഓക്കെ, നേരെ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയ നോക്കണ്ട, ഈ ഏരിയ നോക്കണ്ട. ഫസ്റ്റ് തന്നെ ഈ ഏരിയ നോക്കുക, എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ആകുന്നത്. ഓക്കെ, മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ തന്നു, സ്വീപ്പ് ചെയ്തു, അറ്റ് എ ടൈം മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, നമുക്ക് സ്വീപ്പ് തന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഫിബ് വെക്കുന്നു. നമ്മളുടെ ഡിസ്കൗണ്ട് സോണിലെ ബുള്ളിഷ് ബ്രേക്കറിൽ നമ്മൾ എൻട്രി എടുക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഓക്കെ, എന്താണ് എൻ്റെ പ്ലാന്? മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെത്തുന്ന സമയത്ത് ഞാനിവിടെ എൻട്രി എടുക്കും. അതുപോലെ എൻ്റെ എസ് എൽ എവിടെയാണ്? ഈ ഇതിൻ്റെ സോണിൻ്റെ താഴെ എസ് എൽ വെക്കും. ടാർഗറ്റ് എവിടെയാണ്? ഈ സ്വിംഗ് ലോൻ്റെ അവിടെയാണ് എൻ്റെ ടാർഗറ്റ്. എൻ്റെ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഇത്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചതിലും വിപരീതമായിട്ട് സംഭവിച്ചു. മാർക്കറ്റ് വന്നു, ഇവിടുന്ന് ചെറിയ റിജക്ഷൻ മുകളിൽ തന്നു, അറ്റ് എ ടൈം മാർക്കറ്റ് താഴേക്ക് പോയി. എന്തായി? ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഇപ്പം എന്തായി? ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്കായി, ബെയറിഷ് ബ്രേക്കർ ബ്ലോക്കായി. ഓക്കെ, നോക്കിക്കോ, ഇതിൽ മാർക്കറ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നു, അതിൻ്റെയൊക്കെ ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് അറ്റ് എ ടൈം മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നല്ലോ, സ്വീപ്പ് തന്നു, സ്ട്രക്ചർ ബ്രേക്ക് തന്നു, എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇത്രയും ഉണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പോയി സ്വിംഗ് ലോ സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഫിബൊക്കെ വെച്ച് നോക്കിയ സമയത്ത് ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്. ഞാൻ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ ഓർഡർ ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് ഒരു എൻട്രി ചാടിക്കയറി ഞാൻ എൻട്രി എടുക്കൂല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സോണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ആ ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ തരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കും, ഇവിടെ എസ് എൽ വെക്കും. ഏതാണ്? ഈ സ്വിംഗ് ഹൈ ആയിരിക്കും എൻ്റെ ടി പി അഥവാ ടാർഗറ്റ് പ്രൈസ്. ഓക്കെ, ടാർഗറ്റിംഗ് പ്രൈസ് അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് അവിടെയാണ്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി മാർക്കറ്റ് എന്ത് ചെയ്ത് എന്താണ് സംഭവിച്ചത്? ഈ ഏരിയയിൽ അഗ്രസീവായിട്ടാണ് ഞാനിവിടെ ഓർഡർ ഇട്ട് വെച്ചാൽ പോയി, കണ്ടില്ലേ? പോയി, കയ്യിൽ നിന്ന് പോയി. ഈ ഓർഡർ ബ്ലോക്ക്, ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്തായി? ഫെയിലായി. അപ്പോൾ ഇനി ഈ ഏരിയയിൽ എന്താണ് നമ്മൾ പറയുക? ബെയറിഷ് ബ്രേക്കർ. ഇപ്പം ഇവിടെ നിന്ന് എൻട്രി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നതിൽ അറ്റ് എ ടൈം മാർക്കറ്റ് താഴേക്ക് പോയി. ഓക്കെ, അറ്റ് എ ടൈം മാർക്കറ്റ് താഴേക്ക് പോയി, എൻ്റെ സ്റ്റോപ്പ് ലോസും അടിച്ചു. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തവൻ എന്താ വിചാരിക്കുക? തിരിച്ച് ഈ എൻട്രി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, എന്താണ്? എനിക്ക് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ എന്ത് വിചാരിച്ചു നമ്മൾ? വീണ്ടും സോറി, എന്തായി സംഭവിച്ചത്? ബ്രേക്കർ ബ്ലോക്ക് പോയി. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ടോ നിങ്ങൾ? ബ്രേക്ക് ചെയ്തു, ഫെയിലായല്ലോ. ഫെയിലായി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഒരു ചെറിയൊരു ഇത് തന്നു. ഇപ്പം ഇവിടെ നിന്ന് എടുക്കാൻ കഴിയാത്തവരെന്നാണെങ്കിൽ പോയി. ഓക്കെ, അപ്പോൾ എന്തായി? ബ്രേക്കർ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു റീടെസ്റ്റ് തന്നു, താഴേക്ക് പോയി. ഓക്കെ, നമ്മളുടെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻറ്റ് ബിക്കം സപ്പോർട്ട് എന്നൊക്കെ പറയല്ലോ. ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചല്ലോ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം റീടെസ്റ്റ് ചെയ്ത് പോലെ അത് സെയിം കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് ചാർട്ടിൽ നമുക്ക് ബ്രേക്കർ ബ്ലോക്കും ബുള്ളിഷ് ബ്രേക്കറും ബെയറിഷ് ബ്രേക്കറും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടെത്താം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇതിൽ സ്ലൈഡിൽ പറഞ്ഞതല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഞാൻ 5 മിനിറ്റ്സ് ചാർട്ടാണ്. നമ്മൾ സെഷൻ ബ്രേക്സ് കൊടുത്തു. ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ, ഇന്ന് വേറെ ഒരു ദിവസത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണ്. ബ്രേക്കർ ബ്ലോക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്. ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആവണം. നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ച് പാടാണ്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയാലാണ് ബ്രേക്കർ ബ്ലോക്ക്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഓക്കെ, ഞാനിപ്പോൾ ഒരു ബ്രേക്കർ ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ദിവസം ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ബ്രേക്കർ ബ്ലോക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കണ്ടു, കണ്ടില്ലേ? ഓർഡർ ബ്ലോക്ക് കണ്ടു. അതുപോലെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടു. നിങ്ങൾ എവിടെയെങ്കിലും ബ്രേക്കർ ബ്ലോക്ക് കണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, കണ്ടില്ലേ? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു.
അറ്റ് എ ടൈം മാർക്കറ്റ് എന്തായി താഴേക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ കണ്ടില്ല നിങ്ങൾ, ഇത് ബോഡി കൊണ്ടല്ല ബ്രേക്ക് ചെയ്തത്. ഓക്കെ, ബോഡി കൊണ്ടല്ല വിക്ക് കൊണ്ടാണ് ബ്രേക്ക് ചെയ്തത്. പല ആളുകളും പറയുന്നത് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കണമെങ്കിൽ ബോഡി കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യണം. ചില ആളുകൾ പറയുന്നു വിക്ക് കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ICT ഇത് കണ്ടുപിടിച്ച ആൾ പറയുന്നത് വിക്കായാലും ബോഡി ആണെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പം ഞാൻ 5 മിനിറ്റ്സിൽ ഇത് വിക്ക് കൊണ്ടാണ് ബ്രേക്ക് ചെയ്തത്. 3 മിനിറ്റ് നോക്കുമ്പോൾ ബോഡി കൊണ്ടായിരിക്കും, 1 മിനിറ്റ് കൊണ്ട് നോക്കുമ്പോൾ ബോഡി കൊണ്ടായിരിക്കും. അപ്പോൾ പ്രൈസ് ഈസ് ഫ്രാക്ച്വൽ ആണ്. ഓക്കെ, അപ്പോൾ വിക്കലാണെങ്കിൽ ബോഡി ആണെങ്കിലോ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് വിക്കാണ് ബോഡി ആണെങ്കിലും ബ്രേക്ക് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏതായിരിക്കും വരിക? ഏതായിരിക്കും ഓർഡർ ബ്ലോക്ക് വരിക? ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഓക്കെ, ചില ആളുകൾ ലാസ്റ്റ് ക്യാൻഡിലായിട്ട് ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്യാൻഡിലിലെ ഈ ഒരു ഫോർമേഷൻ കൊടുത്തു. അപ്പോൾ എറൗണ്ട് അതിനുശേഷം എന്താണ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഞാൻ ഈ ഏരിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്രൈറ്റീരിയ ഒക്കെ മാച്ച് ചെയ്തു. അപ്പോൾ ആക്ച്വലി എൻ്റെ എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിലെ റിജക്ഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്നു. എനിക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ കണ്ടല്ലേ നിങ്ങൾ, ഈ ഒരു ലോ റിലേറ്റീവ് ഈക്വൽ ലോ, ഈ ഒരു ലോ എനിക്ക് അത്യാവശ്യം വെക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ആ ഏരിയയിലായിട്ട് നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാം. പക്ഷേ ആക്ച്വലി എന്ത് സംഭവിച്ചു നിങ്ങൾ പറയും? ആക്ച്വലി എന്ത് സംഭവിച്ചു? ബയേഴ്സ് കൂടി എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ വന്ന സെല്ലേഴ്സിനേക്കാൾ പവർ കൂടി ഏത് ഈ ബയേഴ്സിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്തായി? അവിടെ ഫെയിലായി. പകരം എന്തായി? അത് ബെയറിഷായി, അല്ല ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കായി മാറി. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കായി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരെ മാർക്കറ്റ് പോയി. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്ത ആളുകളൊക്കെ എന്ത് മനസ്സിലായി? സംഭവം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കുറച്ച് താഴേക്ക് പോയ സമയത്ത് എന്തായി? എല്ലാവരും ഈ ഏരിയയിൽ നിന്ന് വിറ്റു. അവർ വിറ്റപ്പോൾ എന്താണ്? സെല്ല് ചെയ്ത ആൾ വിൽക്കുമ്പോൾ എന്താണ്? അത് ബൈ ഓർഡറാണ്. പ്ലസ് അവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വാങ്ങാനും ആളുണ്ടാവുമല്ലോ. പ്രൈസ് ആക്ഷൻ പഠിച്ച ടീംസ് ഉണ്ടാവുമല്ലോ, അവരും ഇവിടെ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്കിനെ നമ്മളൊരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്താണ് ഈ ഒരു ഹൈ എന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യാം. ഈ സോണിൻ്റെ താഴെ എൻട്രി വെക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഇപ്പോൾ എവിടെയാണ് ഈ ഒരു ഹൈനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ നേരത്തെ ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് പറഞ്ഞു. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് കിട്ടാൻ എന്താ ചെയ്ത്? ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എവിടെയാണ് ഫെയിൽ ആവുന്നത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ നോക്കേണ്ടത്? ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എവിടെയാണ് ഫെയിൽ ചെയ്യുന്നത് നോക്കുക. അപ്പം നിഫ്റ്റിയുടെ ചാർട്ട് തന്നെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റിൽ ഒരു സ്വീപ്പ് നടന്നു. ഓക്കെ, മാർക്കറ്റിൽ ജസ്റ്റ് ഒരു സ്വീപ്പ് നടന്നു. മാർക്കറ്റ് ഈ ഒരു ഹൈ എന്തായി? ബ്രേക്കും ചെയ്ത്. ഓക്കെ, ബ്രേക്കും നടന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്? ഞാൻ സ്വീപ്പ് ക്യാൻഡിൽ ആയിട്ട് എടുത്തു ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എൻ്റെ എൻട്രി എവിടെയാണ് വരേണ്ടത്? ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു. ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്ന സമയത്ത് തന്നെ ഇൻ കേസ് ഇനി മുകളിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുക. ഓക്കെ, ടാർഗറ്റ് ആയിട്ട് ഞാൻ എവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ഇവിടെ വന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു ബുള്ളിഷ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ല വന്നത്. ഓർഡർ ബ്ലോക്ക് പഠിച്ച ഒരാൾ എന്തായാലും ഇതിനെ മാർക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചു? ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും തിരിച്ച് സെല്ലേഴ്സ് വന്നു. ആക്ച്വലി നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്നത്തെ ദിവസം സെല്ലേഴ്സിന്റെ പവറാണ് കണ്ടത്. ബയേഴ്സ് ഒന്ന് ശ്രമിച്ചു നോക്കി ഒരു ബോർഡർ ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം നിങ്ങൾ? ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ
ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് തിരിച്ച് റീടെസ്റ്റ് വരുമ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം ബ്രേക്കർ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒരു സോണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇനി ഈ ഒരു സോൺ ഫെയിൽ ആകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് ഒരു എൻട്രി എടുക്കും. അഗ്രസീവായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ആ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ ഇനി ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചും ഈ ഒരു ടാർഗറ്റിലേക്ക് പോകുന്നുള്ളൊരു ഇതില്ല എനിക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് ചെറിയൊരു റിസ്കിൽ നമ്മൾ ഒരു എൻട്രി താഴേക്ക് എടുക്കും. നമുക്ക് SL ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലോൻ്റെ മുകളിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ലോൻ്റെ മുകളിൽ വെക്കുന്നു. ടാർഗറ്റ് 1:2 1:2 ഒക്കെ നമുക്ക് എത്രയോ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ്. അപ്പം നിങ്ങൾ ഇങ്ങനെ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ ഏത് ടൈം ഫ്രെയിമിലോ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതാണ്. 1 മിനിറ്റിലൊക്കെ എപ്പോഴും കാണാം നമുക്ക് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഈ രീതിയിൽ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാവും. ഇപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് ഇവിടെ, ഓർഡർ ബ്ലോക്ക് ഇവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഐ ഒന്ന് ട്രെയിൻഡ് ആവാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോൾ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അവിടുന്ന് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന് മുകളിലേക്ക് പോകുന്നു. ഇതൊക്കെ നമുക്ക് ഐസ് ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് ഇത്രയേ ഉള്ളൂ. ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആകുമ്പം അവിടെ ബ്രേക്കർ ബ്ലോക്ക് ഫോം ആവുന്നു. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ലോജിക് ബിഹൈൻഡ് ബ്രേക്കർ ബ്ലോക്സ്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്സിൻ്റെ ലോജിക് ഒന്ന് നോക്കാം. എന്താണ് ലോജിക്ക്? ഓക്കെ, ഇത് ഞാൻ ഓർഡർ ബ്ലോക്ക് വെച്ചല്ല പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു പ്രൈസ് ആക്ഷൻ രീതിയിൽ തന്നെ എടുത്തോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, സപ്പോർട്ട് SUPPORT ഓക്കെ, ഇങ്ങനെ എങ്ങനെയായാലും മതി. ഓക്കെ, അപ്പം സപ്പോർട്ടിലെത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. എന്താണ്? സപ്പോർട്ടിലെത്തുമ്പം ഈ സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് ഇത് ബ്രേക്ക് ചെയ്ത് പോകാം. നിങ്ങൾ പറയും ഇതിൽ ഏതിനാണ് ചാൻസ് കൂടുതൽ ഏതിനാണ്? ഞാൻ SMC അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൈസ് ആക്ഷൻ രീതിയിലൊന്ന് പറഞ്ഞുതരാം. കാരണം ബ്രേക്കർ ബ്ലോക്ക് പ്രൈസ് ആക്ഷൻ രീതിയിൽ നന്നായിട്ട് അലൈനായി കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, നിങ്ങൾ പറയാം സപ്പോർട്ട് ആവുന്ന സമയത്ത് മാർക്കറ്റ് സപ്പോർട്ട് ലൈനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനാണോ താഴേക്ക് പോകാനാണോ ചാൻസ് കൂടുതൽ? അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ഈ മുകളിൽ നിന്ന് വരുന്ന ഫോഴ്സ് അനുസരിച്ചിരിക്കും ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകണോ ഇവിടെ താഴേക്ക് പോകണോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, ഇപ്പം ഞാനത് പറയാൻ കാരണം മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, പക്ഷെ വീക്കായിട്ടാണ് വരിക. അത് കണ്ടുപിടിക്കാൻ എന്താണ്? പ്രൈസ് പ്ലസ് വോളിയം. ഓക്കെ, പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം താഴേക്ക് വരികയാണെങ്കിൽ എന്താണ്? അവിടെ വീക്കാണ്. പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം ഇൻക്രീസ് ആവുകയാണെങ്കിൽ അവിടെ എന്താണ്? സ്ട്രോങ്. ഓക്കെ, അതൊക്കെ നമുക്ക് വീണ്ടും പറയാം. ഓക്കെ, വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് താഴേക്ക് വരുന്നത് വീക്കായിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിന്ന് തിരിച്ച് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? പോസിബിലിറ്റി മാർക്കറ്റ് വീക്കായിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നത് മെല്ലെയാണ്. ഒരു പവർ ഇല്ല മാർക്കറ്റ് താഴേക്ക് വരുന്നതിന്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് പോകും. പകരം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടാണ് താഴേക്ക് വരുന്നതെങ്കിൽ നമ്മൾ പറയാം ഇത് ഈ ഒരു സപ്പോർട്ട് റിവേഴ്സൽ വരാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ SMC ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ബെയറിഷ് ഒരു കൺസോൾട്ടേഷൻ വന്നു, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ എന്താണ്? മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് അപ്പോൾ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഓക്കെ, സ്വിങ് ഹൈ ഫോമായി. സ്വിങ് ലോ ഫോം ആവണമെങ്കിലോ മാർക്കറ്റ് ഒന്ന് കുറച്ച് മുകളിലേക്ക് വരണം. അപ്പോൾ സ്വിങ് ലോ ഫോമായി. അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? സ്വിങ് ലോ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എനിക്ക് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ പ്ലോട്ട് ചെയ്തു. ഇനി എൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്? മാർക്കറ്റിനെ ഇവിടെ വെച്ചിട്ട് ഒരു കൺഫോർമേഷൻ വന്നതിന് ശേഷം ഇവിടെ വെച്ച് ഒരു എൻട്രി എടുക്കുന്നു, ഈ സ്വിങ് ലോനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇങ്ങനെ പോവുകയാണ്. പോയി എൻ്റെ ഓർഡർ ബ്ലോക്ക് എത്തുന്ന സമയത്ത് ഞാനിവിടെ എൻട്രി എടുത്ത്
എടുത്ത സമയം തന്നെ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയാൽ എന്ത് മനസ്സിലാക്കണം? ബയേഴ്സ് ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, സ്ട്രോങ് ആയി. അപ്പോൾ ഇവിടെ എടുത്ത ഇവിടെ എടുത്ത എസ് എൽ വെക്കുന്നതിന് മുമ്പേ പോയി മാർക്കറ്റ് മുകളിൽ. പാനിക് ആവുമോ? ഞാൻ പാനിക് ആവും. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ പാനിക് ആവും. എന്താണ്, ഒരു എസ് എൽ വെക്കാൻ സമയം തന്നില്ല. ഇനി ഇൻ കേസ് എസ് എൽ വെച്ചവനാണെങ്കിൽ നോക്കണ്ട, എസ് എൽ അടിച്ചു. എസ് എൽ പോലും വെക്കാൻ പറ്റാത്തവന്മാർക്കാണെങ്കിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, എന്നെപ്പോലെ ആൾ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ എന്ത് വിചാരിക്കും? ഞാൻ സെല്ല് ചെയ്തല്ലോ. ഓക്കെ, ഇനി മാർക്കറ്റ് ഈ ടി പിയിലേക്ക് വരാൻ ചാൻസ് കുറവാണ്. എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യോ? ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. എസ് എൽ വെച്ചതാണെങ്കിൽ പ്രോപ്പറായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ ലോസ് ബുക്ക് ചെയ്ത്. എസ് എൽ വെക്കാത്തവന്മാരെ കാര്യം ഇപ്പം ഞാൻ വെച്ചില്ല. ഞാൻ എന്താ വിചാരിക്കും? ഞാൻ ടോട്ടലി പാനിക്കായി പോയിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കുകയാണ് മാർക്കറ്റ് ഒന്ന് വന്നിട്ട് ഈ ഒരു ഏരിയ, ഞാൻ വാങ്ങിയ ഏരിയയിലേക്ക് തന്നെ തിരിച്ച് മാർക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ ഒഴിവായിക്കോളാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? മാർക്കറ്റ് എന്തോ ഭാഗ്യത്തിന് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? നേരെ സെല്ലൻട്രി എക്സിറ്റ് ചെയ്യും. എൻ്റെ സെല്ലെന്താണ്? ബൈ ആണ്. ഞാൻ ബൈ ചെയ്യും. കാരണം എന്താണ്? സെല്ല് ചെയ്ത ആളെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ആണ്. ഞാൻ ഇവിടെ ബൈ ചെയ്യും. ഓക്കെ, അപ്പം നേരെ ഇനി എന്ത് വരും? പ്രൈസ് ആക്ഷൻ ചെയ്ത ആളുകളുടെ എന്താണ് ഇവിടെ? റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അവർ പഠിച്ചത് എന്താണ്? അത് സപ്പോർട്ട് ആവുന്നതാണ്. തിരിച്ച് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അവർ ബൈ ചെയ്യും. അപ്പോൾ വീണ്ടും ബൈ പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് ലോജിക്ക്. ഇനിയിപ്പോൾ താഴേക്കുള്ള ഇനി എന്താണ് വേണ്ടത്? ബെയറിഷ് ബ്രേക്കർ ബ്ലോക്കിന് എന്താണ്? ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ആവണം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, സ്വിങ് ലോ ക്രിയേറ്റ് ആയി, സ്വിങ് ഹൈ ക്രിയേറ്റ് ആയി, തിരിച്ച് മാർക്കറ്റ് വരുന്നു. ഞാൻ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുന്നു. ഓർഡർ ബ്ലോക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വിങ് ഹൈനെ ടി പി ആയിട്ട് വെക്കുന്നു. തിരിച്ച് മാർക്കറ്റ് വരുന്നു. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ എൻ്റർ എടുക്കുന്നു, തിരിച്ച് താഴേക്ക് പോകുന്നു. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞു. ഞാൻ ഇവിടെ വെച്ചിട്ട് ബൈ ചെയ്തു. ഞാൻ എസ് എൽ വെക്കാൻ പോലും മറന്നുപോയി. അതിന് മുന്നേ ആ ഒരു സോൺ എന്തായി? ഫെയിലായി. ഞാൻ എന്തു ചെയ്യുന്നു? ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബൈ ചെയ്തതൊന്ന് എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ച് മാർക്കറ്റ് ഞാൻ എവിടെയാണോ വാങ്ങിയത് ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് സെല്ല് ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ പഠിച്ചവന്മാരെന്താണ്? സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അതെന്താകും? റെസിസ്റ്റൻസ് ആവും. റെസിസ്റ്റൻസിലെത്തുമ്പോൾ സെല്ല് ചെയ്യണം. അവരെന്ത് ചെയ്യും? ഇവിടുന്ന് അഗെയിൻ സെല്ല് ചെയ്യും. അപ്പം ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ സെല്ല് ചെയ്യുമ്പോൾ ഉള്ള പ്രഷറും, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റീടെസ്റ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമുണ്ട്. ഓക്കെ, ബ്രേക്ക് ഔട്ട് ട്രേഡ് കഴിഞ്ഞാൽ റീടെസ്റ്റ് ട്രേഡേഴ്സും സെല്ല് ചെയ്യും. 2 പേരെ സെല്ലിംഗ് പവറും കൂടിയിട്ട് മാർക്കറ്റ് താഴേക്ക്. ഇതാണ് ആക്ച്വലി ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഒരു ലോജിക്ക്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാർ ഒന്ന് കാണുക. ഓക്കെ, അപ്പം കൺക്ലൂഷനിൽ എന്താണ് പറഞ്ഞത്? ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നതാണ്. ഓക്കെ, ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നതും, ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നതുമാണ്. ഓക്കെ, അപ്പം വീഡിയോ മനസ്സിലായി എന്ന് ചോദിക്കുന്നത്. കൺക്ലൂഷനിലൊക്കെ ഇത്രേ പറയാനുള്ളൂ. അപ്പം നമ്മൾ 3 PDRAs നമ്മൾ കവർ ചെയ്തു. എന്താണ്? OB, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ ബ്രേക്കർ ബ്ലോക്ക്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3. ഇത് കൂടാതെ വാക്യൂം ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ICT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിറ്റിഗേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ പറയുക, നമ്മൾ എല്ലാ ടേംസും നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഫോം ആകുന്നതാണ് ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും ബ്രേക്കർ ബ്ലോക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 കാര്യം. അപ്പോൾ നമ്മളുടെ PDRAs 3 കഴിഞ്ഞു, ഓർഡർ ബ്ലോക്ക് എല്ലാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.